അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉണ്ടാക്കൽ വീഡിയോ തുടങ്ങാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ചാച്ചിയുടെ കോസ്റ്റ്യൂം കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണിത്. എപ്പോഴോ വാങ്ങി വെച്ചിട്ട് കാണാതായി പോയ കുറച്ച് ചെറുപയറിനെ ഇന്ന് കണ്ടുകിട്ടി. ഇനിയും മിസ്സിംഗ് ആവാതിരിക്കാൻ വേണ്ടി സ്പോട്ട് തന്നെ തട്ടി കുക്കറിനകത്ത് അടച്ചു. ഇനി നമുക്ക് ചടപടേ എന്ന് പറഞ്ഞ് ദോശകൾ ചുട്ടെടുക്കാം. ചാച്ചിക്കൊന്നും ദോശ ഇഡലി മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കരുത് ആരും, കാരണം ദോശ നമ്മുടെ ദേശീയ ഭക്ഷണമാണ്. അപ്പോഴേക്കും കുക്കറിൽ വേവിക്കാൻ ഇട്ടിരുന്നു അരി ചോറായി രൂപം പ്രാപിച്ചിരുന്നു. ഇതവേ ഇനിയും വായി നോക്കിക്കൊണ്ട് നിന്നാൽ സമയം മാത്രമേ പോകൂ, കഞ്ഞിയും കറി ഒന്നും റെഡി ആവില്ല. ആ ബോധ്യത്തിൽ ചേച്ചി മിന്നൽ വേഗത്തിൽ പണികൾ തുടർന്നു. പിന്നീട് കാണുന്നത് കുക്കറിലിട്ട് 3-4 വിസിലടിച്ചിട്ടും ഒരു കുലുക്കവും വരാത്ത പയറിനെയാണ്. അതിൽ പ്രകോപിതയായ ഞാൻ ഉടനെ തന്നെ ചട്ടിയിലേക്ക് തട്ടി മൂട്ടി തീയിട്ടു. വൈദവേ ഇന്നെന്റെ കുക്കു സാറിന് 2 പരീക്ഷകളുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും. അതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള ഞം കൊടുത്തുവിടണം. ചോറിന്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ തട്ടിക്കൂട്ടിയ മോര് റെഡി. നമുക്ക് തോരനിലേക്കുള്ള ഡെക്കറേഷൻ തയ്യാറാക്കാം. അതിനായി തേങ്ങയിലേക്ക് മിളകിന്റെ പൊടി, മഞ്ഞന്റെ പൊടി, ജീരകം ഒക്കെ കൂടെ ഇട്ട് വരവി തോരനിലേക്ക് തട്ടി തോരൻ തയ്യാർ. ഹൊയ് സവാഷ്. ചോറ്, തോരൻ, മുട്ട, നീന്, തൈര്, അങ്ങനെ വിഭവങ്ങളെല്ലാം ചോറുപാത്രത്തിൽ നിരന്നു. ഇനി മൊത്തത്തിൽ ഒരു നൂലിന്മേലുള്ള കളിയാണ്. ബസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ആ പോക്ക്. ശേഷം തിരികെ മടങ്ങിയെത്തിയ ഞാൻ കണ്ട കാഴ്ച ഇസ്തിരിപ്പെട്ടിയുടെ ചൂടിന്റെ വ്യാപ്തി അളക്കുന്ന ഇന്ദുചൂടനെയായിരുന്നു. ഹൈ വരൂ മിസ്റ്റർ ഇന്ദുചൂടൻ, നമുക്ക് ഞം കഴിക്കാം. ഇനിയാണ് എന്നിലെ നാഗവല്ലി ശരിക്കും ഉണരാൻ പോകുന്നത്. കാണുന്നവർക്ക് ഇതൊക്കെ എന്ത് എന്നൊരു പുച്ഛ മനോഭാവമാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വളരെയധികം ഏകാഗ്രതയും ക്ഷമയും വേണ്ട ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഒരു ദോശയും 3/4 ലിറ്റർ ചായയും കുടിച്ചതിന് ശേഷം പുത്രൻ സ്കൂളിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് നിങ്ങൾ കാണുന്നത് പണ്ടാര അടുപ്പിന്റെ ചൂടിൽ വെന്തുരുക്കി ജീവിക്കുകയായിരുന്ന അമ്മയുടെ മൺകലത്തിന്റെ മുട്ടിൽ ഒരു ഓട്ട വീണു. പഴക്കം ചെന്ന കലത്തിനെ വീണ്ടും പഴിച്ചുകൊണ്ട് മമ്മിജി തേരാപ്പാര നടന്നു. കലം പൊട്ടിയ വിഷമത്തിൽ നിന്നും മുക്തി നേടാനായി മീൻ പൊരിക്കാമെന്നായി മാതാവ്. ശേഷം കാടിവെള്ളത്തിൽ 2 കലക്ക് കലക്കി അത് ആടുകൾക്ക് നേരെ വച്ച് നീട്ടിയപ്പോഴാണ് മാതാവിന്റെ മനസ്സിലെ ഭാരം അങ്ങ് വിട്ടുമാഞ്ഞത്. മമ്മിജിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ശുഭം.